അശുദ്ധാത്മാവെന്നാൽ എന്താണ്? അത് നമ്മെ ബാധിക്കാമോ? ഇപ്പോൾ ബാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ എന്താണ് മാർഗം? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ താല്പര്യമുള്ളവർക്ക് പ്രത്യേകമായി സ്വാഗതം. കഴിഞ്ഞ ദിവസം ഏവരുമായി പങ്കിട്ട വീഡിയോയിൽ യഹൂദന്മാരുടെ പള്ളിയിൽ വളരെ ഭയഭക്തിയോടെ ക്രമമായി ആരാധനയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഒരു അശുദ്ധാത്മാവിൻ്റെ അവസ്ഥ, യേശുവിടെ കടന്നു വന്നപ്പോൾ അതിന് സംഭവിച്ച അത്യാഹിതം, ഇത് ആസ്പദമാക്കിയുള്ള ചില ചിന്തകൾ പങ്കിടുകയുണ്ടായി. അതിനെപ്പറ്റി പല ആളുകളും പ്രതികരിച്ചു. കമൻറ്റ് ബോക്സിൽ കൂടെയും അതിനേക്കാൾ കൂടുതൽ ഫോണിൽ കൂടെയും ഒക്കെ ആളുകൾ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. അതൊരു പുതിയ തിരിച്ചറിവിലേക്ക് ജനത്തെ വഴി നടത്തുവാൻ സഹായിക്കുമെന്നതുകൊണ്ട് അത് സംബന്ധമായി കുറച്ചുകൂടി വ്യക്തത വരത്തക്കവണ്ണം ഏറ്റവും അടിസ്ഥാന ചോദ്യമായ അശുദ്ധാത്മാവ് എന്നാൽ എന്താണ്, ആ ഒരു അന്വേഷണമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. ഇത് കൃത്യമായി ദിശാബോധത്തോടെ അച്ചടക്കത്തിൽ ചിന്തിക്കുന്നതിന് സഹായിക്കത്തക്കവണ്ണം സുവിശേഷത്തിൽ നിന്ന് ഒരു വേദഭാഗം കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് നമുക്ക് ഏവർക്കും വളരെ പരിചയമുള്ള നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ഉപമ, അല്ലെങ്കിൽ മുടിയനായ പുത്രൻ്റെ ഉപമ എന്നാണ് സാധാരണ ഇത് ആളുകൾ അറിയുന്നത്. മുടിയനായ പുത്രൻ എന്ന പദപ്രയോഗം വേദപുസ്തകത്തിലല്ല, അത് മനുഷ്യർ പിന്നെ എഴുതി ചേർത്തതാണ്, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യം അതിനോട് കൂട്ടിച്ചേർക്കുന്നതാണ്. നഷ്ടപ്പെട്ടു പോയ മകൻ എന്ന ആശയമാണ് ദ പാരബിൾ ഓഫ് ദ ലോസ്റ്റ് സൺ. അതിനെ ആസ്പദമാക്കി അശുദ്ധാത്മാവ് എന്നാൽ എന്താണ്? ഈ ഉപമയെ കേന്ദ്രീകരിച്ച് അനേക ദൂതുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് ആദ്യമേ ഒരു പക്ഷേ നിങ്ങൾക്ക് വിചാരിക്കാൻ സാധ്യതയുണ്ട് ഇനി നിങ്ങളിത് കേൾക്കാനാണ്. അല്പം ക്ഷമയോടുകൂടെ നിങ്ങൾ ഇതിനോട് സഹകരിക്കുമെങ്കിൽ ഇനിയും വളരെയധികം കേൾക്കാനുണ്ട് എന്നത് മനസ്സിലാകും. ഇനിയും കേൾക്കാനുള്ളതിൻ്റെ ഒരു ചെറിയ കോഡ് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ എന്നും കൂടെ ഈ സമയത്ത് സൂചിപ്പിക്കും. അശുദ്ധാത്മാവ് എന്നാൽ എന്താണ്? അതിൻ്റെ ഏറ്റവും പ്രാഥമികമായ ഒരു ആശയം, സ്വഭാവം, അത് അകൽച്ചയുടെ ആത്മാവാണ് എന്നുള്ളതാണ്. അശുദ്ധി എന്ന് പറഞ്ഞാൽ അകൽച്ച എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ഗ്രഹിക്കാനും ഓർത്തിരിക്കാനും എളുപ്പമാണ്. അകൽച്ച സമം അശുദ്ധി, അശുദ്ധി സമം അകൽച്ച. അശുദ്ധിയുടെ ആത്മാവ് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അകൽച്ച എന്ന അനുഭവത്തിലായിരിക്കും. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തിനോടാണ് അകൽച്ച. ഇപ്പോൾ അശുദ്ധമായതിനോടുള്ള അകൽച്ച അശുദ്ധ ആത്മാവിൻ്റെ പ്രവൃത്തിയാകുകയില്ല. അശുദ്ധമായതിനോട് അടുപ്പവും ശുദ്ധമായതിനോട് അകൽച്ചയും വരുത്തുന്ന ആത്മാവിൻ്റെ സാന്നിധ്യമാണ്, അല്ലെങ്കിൽ പ്രവർത്തന രീതിയാണ് ഈ അശുദ്ധാത്മാവ് എന്ന ആശയം കൊണ്ട് സുവിശേഷത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നാം ധരിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, അശുദ്ധി എന്ന് പറഞ്ഞാൽ അകൽച്ച. പക്ഷെ എന്ത് തരത്തിലുള്ള അകൽച്ചയാണ്? അശുദ്ധമായതിനോട് കൂടുതൽ ആകർഷണവും എന്നാൽ വിശുദ്ധമായതിനോട് സഹിക്കാനാവാത്ത അരിശവും, അല്ലെങ്കിൽ വെറുപ്പും, അല്ലെങ്കിൽ കോപവും, വല്ല വിധേനയും ഇതൊന്ന് ഒഴിവാക്കി കിട്ടണേ എന്നുള്ള ദാഹവും, അതാണ് ഈ അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന രീതി എന്നത് വ്യക്തമായി നാം ധരിക്കണം. അത് നമ്മൾ ഇടം പിടിച്ചിട്ടുണ്ടോ, അത് നമ്മളെ കോളനിവൽക്കരിച്ചിട്ടുണ്ടോ, ആ മർമ്മമാണോ നമ്മെ അടക്കി ഭരിക്കുന്നത് എന്നത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. സുവിശേഷത്തിൽ കൂടെ അതിൻ്റെ
ബൃഹത്തായ ഒരു ദർശനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് യഹൂദ മത സംവിധാനത്തെയും അതിൻ്റെ ചുമതല ഏറ്റെടുത്തിരുന്ന പുരോഹിത വർഗത്തെ ആകമാനവും അടക്കി ഭരിച്ചത് അശുദ്ധാത്മാവായിരുന്നു എന്നത് തന്നെയാണ്. അല്ലാതെ വേറൊരു വിധത്തിലും നന്മ മാത്രം ചെയ്തു നടന്ന യേശുവിനെതിരെ ഇത്രമാത്രം സഹിക്കാനാവാത്ത അമർഷവും കോപവും അവനെ കൊന്നൊടുക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ സാധ്യമാകുകയുള്ളൂ, അത് ഞങ്ങളുടെ കടമയാണ് എന്ന് ചിന്തിക്കത്തക്കവണ്ണം ഒരു മതസംവിധാനത്തെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന മറ്റെന്ത് ഘടകമാണുള്ളത്? വ്യക്തികൾക്ക് അശുദ്ധാത്മാവ് ബാധയുണ്ടാകുന്നത് പോലെ തന്നെ സഭകൾക്കും സമൂഹങ്ങൾക്കും ഈ ബാധയുണ്ടാകും എന്ന് നാം തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള വലിയ വലിയ സൂചനകൾ സുവിശേഷത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് നമ്മുടെ സമകാലീന പ്രസക്തിയിൽ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ സ്പഷ്ടമാകുമെന്നതുകൊണ്ട് മാത്രം ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുക. അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന രീതി അകൽച്ച വരുത്തുന്നതാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ, അത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു കപ്പ് ചായ ഉണ്ടാക്കി, അത് കുടിക്കാൻ നല്ലതാണെന്ന് തോന്നി, നിറം കണ്ടിട്ട് മണമൊക്കെ കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നി. അപ്പോൾ നല്ലതെന്ന് പറഞ്ഞാൽ വിശുദ്ധമാണ്, സ്വീകരിക്കാവുന്നതാണ്, അത് ഉന്മേഷം പ്രദാനം ചെയ്യും, നന്മയാണ്. പക്ഷെ കുടിക്കാൻ ചുണ്ടിനോട് അടുപ്പിച്ചപ്പോൾ വീഴ്ച അതിനകത്ത് വന്നു. അപ്പോഴെന്ത് പറ്റി? നേരെ വിപരീതമായി. അത് ആ ചായ കുടിക്കാനായി താല്പര്യപ്പെട്ട് ചുണ്ടിനോട് അടുപ്പിച്ച ചായ എടുത്തെറിയുള്ളൂ. അതാണ് അകൽച്ച എന്ന് ഞാൻ പറയും. കാരണം അശുദ്ധിയുടെ മർമ്മം ആ കപ്പ് ചായക്കകത്ത് പ്രവേശിച്ചു. ഇതാണ് ഇന്നത്തെ പ്രവർത്തന രീതി എന്ന് ഞാൻ ഉദ്ദേശിക്കും. അപ്പോൾ നമ്മുടെ ഇടയിൽ ദീർഘനാളായി എല്ലാ ക്രിസ്ത്യാനികളെയും മാത്രമല്ല കേരളത്തിലെ ജനതയാകമാനം അക്രൈസ്തവരുൾപ്പെടെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് ഓർത്തഡോക്സ് യാക്കോബ പ്രശ്നം. ആ പ്രശ്നത്തിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണോ അശുദ്ധിയുടെ ആത്മാവാണോ? നിങ്ങൾ ദയവായി ചിന്തിക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇതിനെപ്പറ്റി എൻ്റേതായ ഒരു കണ്ടുപിടുത്തം നിങ്ങളിൽ അടിച്ചേൽപ്പിച്ചിട്ട് എന്തെങ്കിലും നേടാൻ ശ്രമിക്കുന്നില്ല. അതുപോലെ തന്നെ സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി ഡയസിസിൽ നടക്കുന്ന ദിവ്യബലി സംബന്ധമായ ഈ യുദ്ധം, തെരുവ് യുദ്ധം, അതിൽ പ്രവർത്തിക്കുന്ന, അത് സിനഡിനെ എതിർക്കുന്ന പക്ഷക്കാരെയും ഇരുകൂട്ടരെയും ഒന്നുപോലെ കോളനിവൽക്കരിച്ച് അടക്കി ഭരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണോ അശുദ്ധാത്മാവാണോ? ഒരു സഭയുടെ ഉള്ളിൽ ഇത്രമാത്രം വിള്ളൽ അകൽച്ച ഉണ്ടാക്കുന്ന ആത്മാവേതാ? അത് പരിശുദ്ധാത്മാവാണ് എന്ന് വിശ്വസിക്കുവാനോ ചിന്തിക്കുവാനോ എന്തെങ്കിലും പ്രമാണമോ അടിസ്ഥാനമോ ഉണ്ടോ? ഇതും ഒരു ചോദ്യമായി മാത്രം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. എൻ്റെതായ ഒരു അഭിപ്രായം ഈ തരുണത്തിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അശുദ്ധാത്മാവ് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവത്തിൽ ഒരു വ്യക്തിയെ ബാധിക്കുന്നതായിട്ടാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഒരു മതസംവിധാനത്തെ ആകമാനം അത് ബാധിക്കും, അത് കോളനിവൽക്കരിക്കും എന്ന യാഥാർത്ഥ്യം അത് സുവിശേഷങ്ങളിൽ എല്ലായിടത്തും പൊതുവെ പരന്നു കിടക്കുന്നത് കൊണ്ടാണ് അത് പ്രത്യേകിച്ച് എടുത്തു പറയാത്തത്. എന്നാൽ അതിലേക്കും വ്യക്തമായ ഒരു സൂചനയുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തു യെരൂശലേം ദേവാലയം ശുദ്ധീകരിക്കുന്ന ആ സംഭവമാണ് എന്നത് ഏവർക്കും പെട്ടെന്ന് തിരിച്ചറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് ദേവാലയത്തെ ശുദ്ധീകരിക്കേണ്ടത്? അതിൻ്റെ ഏക കാരണം ദേവാലയത്തെ ഇപ്പോൾ കോളനിവൽക്കരിച്ചിരിക്കുന്നത് അശുദ്ധാത്മാവാണ് എന്നത് തന്നെയാണ്. ആ അശുദ്ധാത്മാവ് ബാധിച്ച മഹാപുരോഹിതനാണ് യേശുവിനെ കള്ളസാക്ഷികളുടെ സഹായത്തോടെ വിചാരണ ചെയ്ത് നീതിമാനായ കുറ്റമില്ലാത്തവനെ, നിർദോഷിയായവനെ, നല്ലവനായ യേശുവിനെ കൊന്നൊടുക്കാൻ എല്ലാ ഗൂഢാലോചനയും മെടഞ്ഞത് എന്നും നാം മനസ്സിലാക്കണം. അപ്പോൾ ഇത് വളരെ വ്യാപകമായൊരു പ്രശ്നമാണ്. നമുക്കിനിയും ഈ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട്
ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഞാൻ പരാമർശിച്ച 11 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ കളഞ്ഞുപോയ മകന്റെ ഉപമയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില പ്രധാനമായ ശ്രദ്ധേയമായ ആത്മീയമായ മർമ്മങ്ങൾ, അവയൊന്ന് തിരിച്ചറിയാൻ ശ്രമിക്കും. ഇവിടെ ഒരു പിതാവിന് 2 മക്കളുണ്ട്, 2 ആൺമക്കളുണ്ട്. അതിൽ പ്രത്യക്ഷമായി നോക്കിയാൽ ഇളയ മകനെ അശുദ്ധാത്മാവ് പിടിച്ചു, ബാധിച്ചു. അതിൻ്റെ തെളിവ് എന്താണ്? അവൻ ദൂരദേശത്തേക്ക് പോയി. അപ്പോൾ അവനെ ബാധിച്ച ആത്മാവ് അകൽച്ചയുടെ ആത്മാവായിരുന്നു എന്നതിന് യാതൊരു സംശയവും ഇനിയും ബാക്കി ശേഷിക്കുന്നില്ല. ഇത് നിശ്ചയമാണ്. അവനെ കോളനിവൽക്കരിച്ച ആത്മാവ് അശുദ്ധാത്മാവിൻ്റെ ആത്മാവ് തന്നെയായിരുന്നു. അതിൻ്റെ ഫലമായി പിന്നെ സംഭവിക്കുന്നത് മുഴുവനും അശുദ്ധിയുടെ ആഘോഷങ്ങളാണ്. അതിൻ്റെ ഫലം എന്താണെന്ന് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ തനിക്കുള്ളതൊക്കെയും വിട്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ദുഷിച്ച ആളുകളുമായി ചേർന്ന് അവൻ്റെ സ്വത്തൊക്കെ അവൻ ധൂർത്തടിച്ച് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അത് കിങ് ജെയിംസസ് വേർഷൻ, ഇംഗ്ലീഷ് വേദപുസ്തകത്തിൻ്റെ കിങ് ജെയിംസസിൽ വേർഷൻ എഴുതിയിരിക്കുന്നത് ഹി വേസ്റ്റഡ് സബ്സ്റ്റൻസ് എന്നാണ്. എന്നാൽ ഇപ്പോഴത്തെ ആധുനിക പരിഭാഷയിൽ വരുമ്പോൾ ഹി വേസ്റ്റഡ് എവറിഥിങ് ദാറ്റ് ഹി ഹാഡ്, അവൻ്റെ മുതൽ അവൻ നശിപ്പിച്ചു എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, മുതൽ നശിപ്പിച്ചു, അതോടുകൂടെ അവൻ്റെ വ്യക്തിത്വവും നശിപ്പിച്ചു. ഈ 2 അർത്ഥം അവിടെയുണ്ട്. അപ്പം അകൽച്ചയുടെ ആത്മാവിൽ കൂടെ സംഭവിക്കുന്നത്, നാം മറ്റുള്ളവരിൽ നിന്ന് അകൽച്ചയിലേക്ക്, അശുദ്ധിയുടെ ആത്മാവിൽ കൂടെ സംഭവിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് അകൽച്ച അകന്നു പോകുന്നത് മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള നന്മയിൽ നിന്ന് പോലും നാം അകന്നു പോകുന്നു. നമ്മുടെ ഉള്ളിലുള്ള നന്മയെ വേണ്ടതുപോലെ പ്രകടിപ്പിക്കുവാൻ, അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള കഴിവ് നമുക്ക് അമ്പയെ നഷ്ടപ്പെട്ടു പോകുന്നു. ഈ അവസ്ഥ വളരെ വ്യക്തമായി കാവ്യാത്മകമായി യേശു അവതരിപ്പിക്കുന്ന ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യങ്ങൾ. ഞാൻ ഈ ഭാഗത്തെ ആസ്പദമാക്കി 3-4 വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിനെപ്പറ്റി വിശദമായിട്ടൊന്നും പറയുന്നില്ല. അവിടെ യേശു അവതരിപ്പിക്കുന്ന പ്രശ്നം, എല്ലാവരെയും ബോധവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രശ്നം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള നന്മ അനുസരിച്ച് അതിനെ പ്രകടമാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. അതെല്ലാം മൂടി വെക്കപ്പെട്ടിരിക്കുകയാണ്. വിളക്ക് കത്തുന്നുണ്ട്, പക്ഷെ അതിൻ്റെ മേലൊരു പറയിരിപ്പുണ്ട്. അതിൻ്റെ ഫലമായി ഈ പ്രകാശം വെളിയിലേക്ക് വരുന്നില്ല. ഇത് നമ്മുടെ അവസ്ഥയാണ്. ഇത് നമ്മെ അശുദ്ധാത്മാവ് ബാധിച്ച അവസ്ഥ തന്നെയാണ് എന്നത് ആ ഭാഗത്ത് അങ്ങനെ എഴുതിയിട്ടില്ല എങ്കിലും സുവിശേഷങ്ങളുടെ ആകത്തുകയിൽ നാം ആ ഭാഗത്തെ ഒന്ന് പുനഃപരിശോധിക്കുമ്പോൾ അപ്രകാരം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ യുവാവിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അവനിപ്പോൾ ദൂരദേശത്ത് തികച്ചും മാന്യമല്ലാത്ത വിധത്തിൽ അർത്ഥശൂന്യമായി തീരെ തരം താണ വിധത്തിൽ ജീവിച്ച് അവൻ്റെ സ്വത്തും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ മേന്മയും എല്ലാം നശിപ്പിക്കുന്നതിൽ അവൻ നിർവൃതി കണ്ടെത്തുവാൻ ഇടയാകുന്നതിൻ്റെ കാരണം അവനെ അടക്കി പറ്റിക്കുന്ന ആത്മാവ് അശുദ്ധിയുടെ ആത്മാവാണ്. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അങ്ങനെ അശുദ്ധിയുടെ ആത്മാവ് നമ്മെ ഭരിക്കുമ്പോൾ അതനുസരിച്ച് നാം പ്രവർത്തിക്കാനായി മാത്രം നമുക്ക് സാധ്യമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവസാനം നാം എത്തിച്ചേരുന്ന അവസ്ഥയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അവൻ ആ രാജ്യത്തെ ഒരു പൗരനെ പോയി ആശ്രയിച്ചു, അവരൊരാശ്രിതനായി തീർന്നു. സ്വാതന്ത്ര്യത്തിൽ നിന്ന് അടിമത്വത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. അശുദ്ധാത്മാവ് നമ്മെ അടക്കി ഭരിക്കുമ്പോൾ നാം നിരന്തരം പ്രയാണം ചെയ്യുന്നത് അടിമത്വത്തിൻ്റെ അവസ്ഥയിലേക്കാണ് എന്ന് ദയവായി പ്രത്യേകിച്ച് യുവാക്കന്മാർ തിരിച്ചറിയണം. യുവാക്കന്മാർ മാത്രമല്ല, എല്ലാവരും തിരിച്ചറിയേണ്ട വളരെ ശ്രദ്ധേയമായ ഒരു ആത്മീയ പ്രമാണമാണ്. ഇന്ന് മാത്രവുമല്ല അവൻ അവിടുത്തെ ഒരു പൗരനെ ആശ്രയിച്ചു എന്ന് മാത്രമല്ല, പിന്നെയോ പുത്രൻ ആശ്രിതനായി, സ്വതന്ത്രൻ അടിമയായി. അഭിമാനത്തോടെ ജീവിക്കേണ്ടവൻ അപമാനത്തിൽ ഇതാ കഴിയുന്നു എന്ന്. അതിന് മറ്റൊരു ഭാഗം കൂടെ, അവൻ വിശന്നിട്ട്
പന്നികൾക്ക് കൊടുക്കുന്ന വാളവയറുകൊണ്ടെങ്കിലും വിശപ്പടക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും ആരും അവന് അതുപോലും കൊടുത്തില്ല എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? അവൻ പന്നിയെ പോലെ ആയിത്തീർന്നു, പന്നിയേക്കാൾ മോശമായ അവസ്ഥയിലായിത്തീർന്നു എന്നല്ല അതിനർത്ഥം. അപ്പോൾ മനുഷ്യൻ ഇതാ പന്നിയെ പോലെ ആയിരിക്കുന്നു. ഈ അവസ്ഥയും യേശു മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുൻപിൽ എറിഞ്ഞു കൊടുക്കരുത്, മനുഷ്യൻ ഈ അവസ്ഥയിലായിത്തീരും. ഈ അവസ്ഥയിലിരിക്കുന്ന ആളുകളുടെ ആകപ്പാടെ താല്പര്യം എന്താണ്? വാളവയറ് കിട്ടുമോ, എന്തുകൊണ്ടെങ്കിലും എൻ്റെ വയറ് നിറയ്ക്കാൻ വല്ലതും കിട്ടുമോ. അതിനപ്പുറത്ത് ഉന്നതമായ മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യത്തെ ഒന്ന് പ്രതിബിംബിക്കുന്ന ഒരു താല്പര്യവും ആ അവസ്ഥയിലായിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുകയില്ല എന്നത് മർമ്മഭേദകമായ ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യന്റെ അധപ്പതനത്തിന് ഇതിനപ്പുറത്ത് ഒരു അവസ്ഥ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ഇതാണ് അശുദ്ധാത്മാവിനാൽ കോളവൽക്കരിക്കപ്പെടുന്ന വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും അവസാനത്തെ നില ഇതാണ്. എന്നാൽ ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവൻ നന്നേ വിശന്നിട്ട് പന്നികൾക്ക് കൊടുക്കുന്ന വാളവയറ് കൊണ്ടെങ്കിലും വിശപ്പടക്കാൻ ആഗ്രഹിച്ചിട്ടും ആരും അവന് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു നന്മയായിരുന്നു എന്നത് ആ സമയത്ത് അവൻ അറിഞ്ഞില്ല. ഇന്നും പലരും ഒന്നും അറിയുന്നില്ല. കാരണം ഈ സംഭവത്തെ ഈ ഉപമയെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇതൊരു വലിയ നന്മയായി തീർന്നത് എന്ന് ഞാൻ പറയുന്നത്? അങ്ങനെ ആരും അവന് പന്നിക്ക് കൊടുക്കുന്ന ആഹാരം പോലും കൊടുക്കാതിരുന്നത് കൊണ്ടാണ് അവന് ബോധമുദിച്ചത് എന്നവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവന് സുബോധം വന്നു. എപ്പോൾ അവന് സുബോധം വന്നു? പന്നികൾക്ക് കൊടുക്കുന്ന വാളവയറ് പോലും കിട്ടാതെ വന്നപ്പോൾ, അതുകൊണ്ടെങ്കിലും വിശപ്പടക്കാനായി അവൻ ദാഹിച്ചപ്പോൾ അവന് സുബോധം വന്നു. ഇനിയുമാണ് നമ്മളുടെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത്. ആ സുബോധത്തിൽ കൂടെ, ഈ സുബോധം വന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അശുദ്ധാത്മാവിൻ്റെ ആ ആധിപത്യത്തിൽ നിന്ന്, അശുദ്ധാത്മാവിനോടുള്ള അടിമത്വത്തിൽ നിന്ന് അവൻ മറ്റൊരവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ ആരംഭിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. അവന് വിടുതലുണ്ടാകുവാൻ ഇടയായി എന്ന് വേണം നാം വായിക്കാൻ. സുബോധം എന്ന് പറഞ്ഞാൽ അവന് വിടുതലുണ്ടായി. അപ്പോൾ എപ്പോഴാണ് അവന് വിടുതലുണ്ടാകുന്നത്? അശുദ്ധാത്മാവിൻ്റെ ആധിപത്യത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് വേറൊരവസ്ഥയിലേക്കായിത്തീരുക. അതാണ് വിടുതൽ എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഇടത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ ആനുകൂല്യങ്ങൾ കിട്ടി. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ക്രിസ്തീയ ദൗത്യം കഴിഞ്ഞ 2 ശതാബ്ദങ്ങളിൽ 2000 വർഷങ്ങളിൽ കാട്ടിക്കൂട്ടിയ മണ്ടത്തരം എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് സഭകളുടെ പശ്ചാത്തലത്തിൽ ഈ അജപാലക ശുശ്രൂഷ എന്നൊക്കെ വലിയ ശബ്ദത്തിൽ പറയുന്നില്ല. അവിടെ ഒരു വലിയ പ്രമാദമായ തെറ്റിദ്ധാരണയാണ്. അതെന്താണ്? നമ്മുടെയൊക്കെ ധാരണ ആത്മീയമായ അജപാല ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഈ ദൂരദേശത്ത് പന്നികളുടെ മധ്യത്തിൽ ഇരിക്കുന്ന ഈ അവസ്ഥയില്ലേ, ആ അവസ്ഥയിൽ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ അശുദ്ധമായ ആഹാരം കഴിക്കുമ്പോൾ അവർക്ക് വയറുവേദന വരാതെ, അല്ലെങ്കിൽ വിരയുടെ ശല്യം ഉണ്ടാകാതെ, അതുകൊണ്ട് അനീമിയ ഉണ്ടാകാതെ, ആരോഗ്യം നശിച്ചു പോകാതെ അവർക്ക് എന്തെങ്കിലും മരുന്ന് കൊടുക്കുക. അവിടെ നിന്ന് എഴുന്നേറ്റ് ഭവനത്തിലേക്ക് വന്നൊരു പുതിയ അവസ്ഥ പ്രാപിക്കണമെന്നോ പുതിയ വ്യക്തിത്വം പ്രാപിക്കണമെന്നോ ഒന്നും താല്പര്യമില്ല. അങ്ങനെ പന്നികളുടെ മധ്യത്തിൽ കഴിയുന്ന വ്യക്തികൾക്ക് ചില ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുക. അതിന് അജപാല ശുശ്രൂഷ എന്ന് പറയും. ഇവിടെയാണ് വലിയ തെറ്റ് സംഭവിച്ചത്. അപ്പോൾ അശുദ്ധാത്മാവ് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതുകൊണ്ട് എന്തെങ്കിലും കെടുതി വന്നാൽ അതിനുള്ള ഞൊടുക്ക് വിദ്യ ഞങ്ങളുടെ കയ്യിലുണ്ട്. 10 മറയ്ക്ക് മോറടിച്ചു, അല്ലെ 3 കുരിയോല വരച്ചു, അല്ലെങ്കിൽ കുരിശെടുത്തൊന്ന് വട്ടം കറക്കി നെറ്റിയിൽ മുട്ടിച്ചു, ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഇതൊക്കെ വെറും അർത്ഥശൂന്യമായ അവസ്ഥയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ പന്നിയുടെ കൂടെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്പം ഒന്ന് വ്യത്യാസം വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. ആ പന്നിയുടെ കൂടെ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ ആനുകൂല്യം എന്ന് ധരിക്കുന്നവർക്ക്
യേശുക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഉദാത്തമായ ആത്മീയമായ തിരിച്ചറിവുകൾ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അവർക്ക് സഹിക്കാനാവാത്ത അരിശമുണ്ടാകും എന്നത് ന്യായമാണ്. അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് എന്തെല്ലാം പ്രതികരണങ്ങൾ ഉണ്ടായാലും എന്നെ അത് ബാധിക്കാത്തതിൻ്റെ കാര്യം, അതിങ്ങനെ മാത്രമേ പ്രതികരിക്കാൻ പലർക്കും സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യ ബോധം പ്രാപിക്കുവാൻ ഇടയായത് കൊണ്ടാണ്. എന്ന് മാത്രവുമല്ല, അങ്ങനെ എന്നെ അപലപിക്കുമ്പോൾ ബർബരനെന്നും ഭ്രാന്തനെന്നും കിറുക്കനെന്നും ഒക്കെ വിളിക്കുമ്പോൾ ഞാൻ നടത്തുന്ന ദൗത്യം ശുശ്രൂഷ ഏറ്റവും അധികം പ്രസക്തമാണ്, അത് അത്യാവശ്യമാണ് എന്ന ബോധം കൂടുതൽ വ്യക്തമാകുകയും എന്നിൽ വേറെ അതിൻ്റെ ആഴത്തിൽ പായുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ സാന്ദർഭികമായി ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി നാം ഈ യുവാവിൻ്റെ അവസ്ഥ ശ്രദ്ധിക്കുമ്പോൾ, അതുവരെ അവനെ അടക്കി ഭരിച്ചിരുന്ന അഭിരുചികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ താല്പര്യങ്ങളാണ് ആ നിമിഷം മുതൽ അവനിൽ ക്രിയ ചെയ്യുന്നത്. അവൻ അതുവരെയും അവൻ്റെ അപ്പൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയോ പോയി ദൂരദേശത്ത് പോയി അവിടുത്തെ സ്വാതന്ത്ര്യം, അവിടുത്തെ ആസ്വാദ്യത, അവസാനം പന്നിയുടെ മധ്യത്തിൽ വന്നിരുന്നു. അതിലൊക്കെ വലിയ സന്തോഷവും നിർവൃതിയും സ്വാതന്ത്ര്യമൊക്കെ കണ്ട ഈ യുവാവ് അന്ന് മുതൽ തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് പ്രാപിക്കുക. എന്താണ്? ഞാൻ എഴുന്നേറ്റ് എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. തികച്ചും വ്യത്യസ്തമായ, തുലവും വ്യത്യസ്തമായ ഒരു താല്പര്യം. ഒരു കാലത്ത് ഭവനത്തിൽ നിന്ന് ഓടി ദൂരദേശത്തേക്ക് പോകുന്നതിൽ ആവേശം അനുഭവിച്ച യുവാവ് അതിനേക്കാൾ വലിയ ആവേശവും പ്രത്യാശയും ഇപ്പോൾ ഞാൻ തിരിച്ചെൻ്റെ ഭവനത്തിലേക്ക് പോകും എന്ന് മാത്രവുമല്ല, ഞാൻ എൻ്റെ അപ്പനോട് പറയും, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനിമേൽ നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. അപ്പോൾ ഒരു പുതിയ വാല്യൂ സിസ്റ്റം, ഒരു പുതിയ ആവേശം, ഒരു പുതിയ അഭിമാനം, ഒരു പുതിയ അടുപ്പം, അകൽച്ചയിൽ നിന്ന് അടുപ്പത്തിലേക്ക്. അതാണ് എൻ്റെ വിഷയം. അകൽച്ചയിൽ നിന്ന് അടുപ്പത്തിലേക്ക്. അതിൻ്റെ പേരാണ് വിടുതൽ എന്നുള്ളത്. യേശു പറഞ്ഞു, ഞാൻ ബത്സേദയെ വിടുവിക്കാൻ വന്നു. എന്താണ് ഈ ബത്സേദയുടെ അവസ്ഥ? അകൽച്ചയാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാരം അകൽച്ചയാണ്. അപ്പോൾ ഈ ഇന്നലെ മുഴുവനും ഭാരതത്തിലെ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ന്യൂസ് ചാനൽസ് ആസാമിൽ നടന്ന ഒരു കൊലപാതകം. ഒരു യുവതി, അവരുടെ ഭർത്താവ് വിവാഹം കഴിച്ചിട്ട് 2 ആഴ്ച പോലും ആയിട്ടില്ല, മറ്റ് 3 കൊലപാതകളുടെ സഹായത്തോടെ കൊന്ന കൊക്കയിലേക്ക് അവനെ എറിഞ്ഞു കളഞ്ഞു. അതെന്താണ്? അകൽച്ചയുടെ വിവാഹം, അകൽച്ചയുടെ പരിശുദ്ധ സ്ത്രീ പുരുഷ ബന്ധം. ഇതാണ് ഈ ലോക യാഥാർത്ഥ്യം. അപ്പൊ അകൽച്ചയിൽ നിന്ന് അടുപ്പത്തിലേക്ക്. മഹാപുരോഹിതന്മാരും സുനകദോസും ഒക്കെ യേശുവിനെ കൊല്ലാനായിട്ട് ഗൂഢാലോചന ചെയ്ത് അകൽച്ചയുടെ ആത്മാവ് അവരെ അടക്കി ഭരിച്ചത് കൊണ്ടാണ്. എന്നാൽ അടുപ്പത്തിൻ്റെ ആത്മാവുണ്ട്, അതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് അടുപ്പത്തിൻ്റെ ആത്മാവ്? അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് നിങ്ങൾ അല്പം കൂടെ സങ്കീർണമാണ്, അല്പം കൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പൊ നാം എങ്ങനെയാണ് അകൽച്ചയാണ് നമുക്ക് ഏറ്റവും അഭികാമ്യം എന്ന നിഗമനത്തിൽ എത്തുന്നത്? ഹൗ ഡു വി കം ടു ദ കൺക്ലൂഷൻ ഗോയിങ് ടു ദ ഫാർ കൺട്രി ഇസ് എ ബെറ്റർ ഓപ്ഷൻ? അത് നമുക്ക് തിരിച്ചറിയണമല്ലോ. അപ്പൊ നാം എന്തെങ്കിലും തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു കാര്യം കണ്ടു, അപ്പം അവിടെ ഒരു ചെടിയിൽ പൂ നിൽക്കുന്നു. ആ പൂ, അതിൻ്റെ അടുത്തേക്ക് ഞാൻ പോകണമോ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടണമോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ആ പൂവിനെ ഞാൻ കാണുമ്പോൾ ആദ്യം ഒരു സെൻസ് ഇംപ്രഷൻ എന്നിലുണ്ടാകും. ആ സെൻസ് ഇംപ്രഷനെ ഞാൻ പ്രോസസ് ചെയ്യും, അതിനെ ഞാൻ വിശ്ലേഷണം ചെയ്യും. അപ്പോൾ അതിൽ കൂടെ എൻ്റെ മനസ്സിൽ ചില ചിന്തകൾ, ധാരണകൾ. എന്താണ്? അത് അപകടമാണ്. അല്ല, അവിടെ കഞ്ചാവിൻ്റെ ചെടിയാണ് നിൽക്കുന്നത്, അതിലൊരു കൂത്രാണ്ടം ഇങ്ങനെ നിൽക്കുന്നു. അത് കാണുമ്പോൾ നല്ലതാണ് എന്നെനിക്ക് തോന്നുന്നത് ആ അവസ്ഥ. അല്ലാതെ അപകടമാണ്, അതിൽ നിന്ന് എനിക്ക് കൂടുതൽ രക്ഷപ്പെടണം എന്ന് ഈ 2 സാധ്യതയുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് കഞ്ചാവാണ്, അത് എന്നുമായിട്ട് എനിക്ക് ബന്ധമുണ്ടാകരുത് എന്ന് ചിന്തിക്കണമെങ്കിൽ കഞ്ചാവിൽ അഭയം പ്രാപിച്ച് അവിടെ മാത്രം
അടിഞ്ഞുകൂടി കിടക്കുവാൻ താല്പര്യമുള്ള ഒരവസ്ഥയിൽ നിന്ന് ഉന്നതമായ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അല്പം താൽക്കാലികമായ മനുഷ്യന് അപകടം വരുത്തുന്ന ഈ ഒരു അനുഭൂതി വരുത്തുന്ന കറുപ്പ് തിന്നാതെ മനുഷ്യത്വത്തിൻ്റെ ആഹാരം എനിക്ക് കഴിക്കണം, ഉദാത്തമായി ചിന്തിക്കുകയും അർത്ഥവത്തായി പ്രവർത്തിക്കുകയും ഉന്നതങ്ങളിൽ ശ്രദ്ധ വെച്ച് കഴിയുകയും ചെയ്യുന്ന, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന, അതിനുതകുന്ന തരത്തിലുള്ള വ്യക്തിത്വം വളർത്തിയെടുക്കുന്ന വിധത്തിലായിരിക്കണം എൻ്റെ ജീവിത ദർശനവും പ്രവർത്തനവും എന്ന താല്പര്യം എനിക്കില്ല എങ്കിൽ ഞാൻ എന്തുകൊണ്ട് ആ കറുപ്പ് കഴിച്ച് അവിടെ കറങ്ങി കിടന്നുകൂടാ? ഇതാണ് നാം ചോദിക്കേണ്ടത്. അപ്പോൾ യുവാവ് ദൂരദേശത്തേക്ക് പോയി എന്നതിൻ്റെ അർത്ഥം അവനെ സംബന്ധിച്ചിടത്തോളം ഉന്നതമായ യാതൊരു ജീവിത ലക്ഷ്യവുമില്ലാതെ ജീവിതത്തിൻ്റെ ആകത്തുക സുഖഭോഗമായി ജീവിക്കുക, അതിരറ്റ സ്വാതന്ത്ര്യം അനുഭവിക്കുക, അതിലില്ലാത്ത അനാശാസ്യമായ വിധത്തിലുള്ള സുഖഭോഗ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുക, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക, അതിനപ്പുറത്തൊന്നുമില്ല എന്ന ഒരു ചിന്താഗതിയിൽ ഒരു വ്യക്തി ആയിത്തീർന്നാൽ അവൻ ദൂരദേശത്തേക്ക് പോയിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ തികച്ചും അർത്ഥശൂന്യവും നികൃഷ്ടവും തരം താണതുമായ താല്പര്യങ്ങളിൽ മാത്രം നമ്മളുടെ അഭിരുചിയെ അത് പരിമിതപ്പെടുത്തുകയും ഉദാത്തമായ എല്ലാറ്റിനോടും വെറുപ്പും അവജ്ഞയും ഒരു ഇംപേഷ്യൻസ്, ഒരു ക്ഷമയില്ലായ്മയും നമ്മളത് ഉദിപ്പിക്കുകയും ചെയ്യും എന്നത് വളരെ സത്യമാണ്. അപ്പം ആ ഒരു മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ നമ്മെ അശുദ്ധാത്മാവ് ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതുപോലെ തന്നെ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഭാഗമാണ്. അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണ്? ഇപ്പം നികൃഷ്ടമായ കാര്യങ്ങളെപ്പറ്റി എനിക്ക് താല്പര്യമില്ല എന്നതുകൊണ്ടുമായില്ല, ഉദാത്തമായ കാര്യങ്ങളെപ്പറ്റി ഞാൻ വിശന്ന് ദാഹിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഭാഗ്യവചനങ്ങളിൽ യേശു പറയുന്നത് നീതിക്ക് വേണ്ടി വിശന്നു ദാഹിക്കുന്നവൻ ഭാഗ്യവാന്മാർ. എന്താണ്? അവൻ്റെ വ്യക്തിത്വം ഔന്നത്യമേറിയതാണ്. കഞ്ചാവിന് വേണ്ടിയും കള്ളിന് വേണ്ടിയും പെണ്ണിന് വേണ്ടിയും വിശന്നു ദാഹിക്കുന്നവൻ അവൻ്റെ അവസ്ഥ എന്താണ്? അതിനു പകരം നീതിക്ക് വേണ്ടി വിശന്നു ദാഹിപ്പീൻ. അതിൻ്റെ മറ്റൊരു ആവിഷ്കാരമാണ് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മെ അടക്കി ഭരിക്കുന്ന ആത്മാവ് അശുദ്ധ ആത്മാവ് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരെയും ഈ അശുദ്ധാത്മാവ് ബാധിച്ചിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു പ്രശ്നമൊന്നുമില്ല എന്ന വിധത്തിൽ നമ്മുടെ സഭകൾ ഇങ്ങനെ ഒരു കൂട്ടമായി വലിയ വലിയ പാരമ്പര്യമൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. ഈ പാരമ്പര്യം പറയുന്നതല്ലാതെ മനുഷ്യൻ്റെ മാഹാത്മ്യത്തെ ഉണർത്തുന്ന, മനുഷ്യൻ്റെ നന്മയെ പ്രകടമാക്കുവാൻ വഴിയൊരുക്കുന്ന, മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന എന്തെങ്കിലും ഒരു അവസരമോ അനുഭവമോ ശുശ്രൂഷയോ നമ്മുടെ സഭകളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ദയവായി നിങ്ങൾ ആലോചിക്കുക. ഞാൻ പ്രത്യേകിച്ച് ആജീവനാന്തം യുവതി യുവാക്കന്മാർക്ക് ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ വേദനയോടും ഭാരത്തോടും നിങ്ങളോടും പങ്കിടാനുള്ളത്, നമ്മുടെ എല്ലാ സഭകളും ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്നത് യുവതി യുവാക്കന്മാർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിലാണ്. അതിനൊരു കാരണമുണ്ട്. അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, അവരെ ആത്മീയമായി പരിപോഷിപ്പാൻ തക്കതായ ആത്മീയ വ്യക്തിത്വം ഒരു സഭകളും പ്രാപിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. അതും സഭകളെ ബാധിച്ചിരിക്കുന്ന, കോളനിവൽക്കരിച്ചിരിക്കുന്ന അശുദ്ധാത്മാവിൻ്റെ വേറൊരു തെളിവ് തന്നെയാണ്. അതുകൊണ്ട് നാം ആയിരിക്കുന്ന അവസ്ഥയുടെ യാഥാർത്ഥ്യം സത്യസന്ധമായി മനസ്സിലാക്കാനുള്ള ധൈര്യം നാം കാണിക്കണം. എന്നാൽ മാത്രമേ ഇപ്പോൾ നാം ആയിരിക്കുന്ന ഈ ദയനീയമായ ദുർവിധിക്ക് ഒരറുതി ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പക്ഷെ സത്യം പറയുന്നതിനെ കല്ലെറിയുന്നതാണ് സഭയോട് എനിക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ കൂറ് എന്ന് വിചാരിക്കുന്ന ഈ സത്യക്രിസ്ത്യാനി, മതിലെ കളിച്ച ക്രിസ്ത്യാനി, അവരെ സംബന്ധിച്ചിടത്തോളം ഏത് വിധത്തിലാണ് ഈ വാളവയർ തിന്ന് വയറ് നിറയ്ക്കുന്നതിനേക്കാൾ ഉദാത്തമായ മറ്റ് സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ ഓർമ്മിപ്പിക്കാനാണ് യേശു
അന്ത്യ അത്താഴം തൻ്റെ ശിഷ്യന്മാരുമായി ആചരിച്ചത്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾ പന്നികൾ തിന്നുന്ന വാളവയറ് കൊണ്ട് വയറ് നിറച്ച് അത് വലിയ സുഭിക്ഷമായ വിരുന്നാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മകളെ അളക്കുന്നതിന്, സാധ്യതകളെ അളക്കുന്നതിന്, നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ അവസ്ഥയുടെ മാഹാത്മ്യം അളക്കുന്നതിന് ഞാനിതാ ഒരു മാനദണ്ഡം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ആ മാനദണ്ഡം ഞാൻ തന്നെയാണ്. എൻ്റെ ശരീരവും രക്തവും നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട്, എൻ്റെ ആത്മാവ് നിങ്ങളെ അടക്കി ഭരിക്കുന്നത് കൊണ്ട്, ഈ ദുഷിച്ച ആത്മാവ്, ദുരാത്മാവ്, അൺക്ലീൻ സ്പിരിറ്റ്, അശുദ്ധിയുടെ ആത്മാവ് നിങ്ങളെ ബാധിക്കുകയില്ല. ആ ബാധ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അത് പരിശുദ്ധാത്മാവ് എന്ന സഹായി നിങ്ങളിൽ ക്രിയ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ എപ്പോഴും അതിൽ നിന്ന് സുരക്ഷിതരായിരിക്കും. ഈ അധപ്പതനത്തിൻ്റെ സംഹാര ദൂതൻ നിങ്ങളെ കടന്നു പോകും എന്ന ഒരു വാഗ്ദാനമാണ് ഈ സക്രമന്റ് എന്ന് മനസ്സിലാക്കാത്തവരാണ് ഈ സക്രമന്തിൻ്റെ പേരിൽ വഴി കിടന്ന് തല്ലിടുന്നതും പരസ്പരം ചീത്ത വിളിക്കുന്നതും. പോലീസ് വന്നു നിന്നെങ്കിൽ മാത്രമേ മെത്രാന് ആരാധന നടത്താനൊക്കത്തുള്ളൂ, അല്ലെങ്കിൽ വിശ്വാസികളുടെ അടുത്ത് തടിക്ക് കേടുവരാതെ നിൽക്കാനൊക്കത്തുള്ളൂ എന്ന അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അശുദ്ധാത്മാവ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നാം അതിനെ തിരിച്ചറിയാത്തതിൻ്റെ കാര്യം നാം എല്ലാവരും ആ അവസ്ഥയിൽ ആയതുകൊണ്ടാണ്. ഇപ്പം എല്ലാവർക്കും ഭ്രാന്താണെങ്കിൽ പിന്നെ ഇന്ന ആൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും. ഇപ്പം H.G. വെൽസ്, ഹെബർട്ട് ജോർജ് വെൽസ്, H.G. വെൽസിൻ്റെ ഒരു കഥയുണ്ട്. അതായത് വൺ-ഐഡ് മാൻ ഇൻ ദ ലാൻഡ് ഓഫ് ദ ബ്ലൈൻഡ്. അന്ധരായ ആളുകളുടെ മധ്യത്തിൽ ഒരു ഒറ്റ കണ്ണൻ ചെന്ന് പറ്റേൻ്റെ കഥയാണ്. അപ്പം അവർ നോക്കിയപ്പോൾ ഇവന് കണ്ണുണ്ട്. അപ്പോൾ അവരെല്ലാം പറഞ്ഞ് ഇയാൾക്ക് വലിയ കുഴപ്പമാണ്. അപ്പോൾ അവിടുത്തെ മൂപ്പൻ ഈ മനുഷ്യൻ്റെ കുഴപ്പം മാറ്റാനായിട്ടുള്ള ചുമതലയായിരുന്നു. അവനോട് ആ രാജ്യത്തെ ഏറ്റവും നല്ല സർജൻസ്, ഡോക്ടേഴ്സിനെ കൊണ്ടുവന്ന് അവൻ്റെ കണ്ണ് എടുത്തു കളഞ്ഞു. അപ്പോൾ അവൻ നോർമലായി എന്നൊരു കഥയാണ്. അത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. കണ്ണുള്ളത് ഒരു വലിയ പാപമാണ്, ഒരു വലിയ അപരാധമാണ്. ചിന്തിക്കാൻ കഴിവുള്ളത് ഒരു വലിയ ധിക്കാരമാണ്. അല്പം സുബോധത്തോടെ കാര്യങ്ങൾ വീക്ഷിക്കുന്നത് സഭയ്ക്ക് എതിരെ കാണിക്കുന്ന അട്ടിമറിയാണ് എന്നൊക്കെ ചിന്തിക്കണമെങ്കിൽ അതിനെ നമുക്ക് സഹായിക്കുന്ന ആത്മാവിൻ്റെ പേരാണ് അശുദ്ധാത്മാവ്. ആ അശുദ്ധാത്മാവ് നന്നേ ക്രിയ ചെയ്യുന്നുണ്ട്. അതിനെ തിരിച്ചറിയുവാനും ഇതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. അതിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയുവാനും ഏവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.